ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. ചീര കൊണ്ട് വളരെ രുചികരമായ ചീര അവിയൽ ഉണ്ടാക്കിയാലോ? വളരെ പോഷകസമ്പുഷ്ടമായ ഒരു ഇലവർഗ്ഗമാണ് ചീര. ചുവന്ന ചീര കൊണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചീര വിഭവമാണ് ചീര അവിയൽ. ചീര അവിയലിന് പ്രധാനമായിട്ടും ചീരയും ചക്കക്കുരുവും മാങ്ങയും പച്ചമാങ്ങയുമാണ് വേണ്ടത്. മറ്റ് അവിയലിലിടുന്ന പച്ചക്കറികളൊന്നും ചീര അവിയലിലിടില്ല. ചീരത്തണ്ടും ഇലയും വീഡിയോയിൽ കാണുന്നത് പോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് അതിലേക്കൊരു പച്ചമാങ്ങയുടെ മെത്തപ്പൂളും മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എന്നിവ ആവശ്യത്തിനും ഒരു തണ്ട് കറിവേപ്പിലയും 2-3 പച്ചമുളക് എരിവനുസരിച്ചും ഒരല്പം വെള്ളവും ഒഴിച്ച് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. 3 വിസിൽ വരുന്നത് വരെ ഇത് വേവിക്കണം. ഈ സമയം അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായി 1-1.5 പിടി തേങ്ങ തിരുമ്മിയത്, ഒരു അല്പം ജീരകം, 3-4 ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില എന്നിവ അവിയലിൻ്റെ പരുവത്തിന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. ആവിയെല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് ഇതേപോലെ വെന്തിരിക്കുന്ന അവിയലിലേക്ക് അല്ലെങ്കിൽ ചീര വെന്തിരിക്കുന്നതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ചീരയിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ് അധികം വെള്ളം ആദ്യമേ ഒഴിക്കാതിരുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പത്ത് വെച്ച് തേങ്ങ വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. തേങ്ങ വേവാൻ അധികം സമയം എടുക്കില്ല, 1-1.5 മിനിറ്റ് മാക്സിമം വെയിറ്റ് ചെയ്താൽ മതി. ഒടുവിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി അതിന് മേൽ തൂവി അവിയൽ വാങ്ങാവുന്നതാണ്. സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടവുമായ നല്ല സൂപ്പ് പോലെയൊക്കെ ഇരിക്കുന്ന ചീര അവിയൽ തയ്യാറാണ്. ചീര അവിയലിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മറ്റ് പച്ചക്കറികളോ ഒന്നും തന്നെ വേണ്ട. ആകപ്പാടെ വേണ്ടത് ചക്കക്കുരുവും മാങ്ങയും ചീരയും മാത്രമേ വേണ്ടൂ. സാധാരണ നമ്മൾ അവിയലിലിടുന്ന പച്ചക്കറികളായ മുരിങ്ങയ്ക്ക, ചേന, ഏത്തയ്ക്ക ഇതൊന്നും തന്നെ ഇതിന് വേണ്ട. പച്ചച്ചീര കൊണ്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവരും ചുവന്ന ചീരയോ പച്ചച്ചീരയോ കിട്ടുമ്പോൾ ഈ ചീര അവിയലൊന്നുണ്ടാക്കി അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.